ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ലിവറിൻ്റെ റോസ്റ്റാണ് റെഡിയാക്കുന്നത്. ഈ റോസ്റ്റ് റെഡിയാക്കാൻ നമ്മൾ സവാളയോ മുളക് പൊടിയോ ഗരം മസാലപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ആകെ ഇതിൽ ചേർക്കുന്നത് കുരുമുളക് പൊടി മാത്രമാണ് എരിവിന് ചേർക്കുന്നുള്ളൂ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മട്ടൻ്റെ ലിവറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇത് റെഡിയാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1 കിലോ ലിവർ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം തന്നെ ഒരു കുക്കറിലോട്ട് ഇട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. കുക്കറിലിട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുമല്ലോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ചും കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി നിങ്ങൾക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഉപ്പ് ഒരുപാടൊന്നും ചേർക്കണില്ല. ഇത് വെന്തതിന് ശേഷം ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിതൊരു 4 വിസിലടിക്കണ വരെയും അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് യോജിപ്പാവുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കട്ടെ. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 15 മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ലിവറായിട്ട് നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് വെച്ചിട്ട് 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഒരു 4 വിസിലടിക്കണ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 4 വിസിലടിച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ലിവർ അത്യാവശ്യം ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം. ഇനി ഇത് റെഡിയാക്കുന്നതിന് വേണ്ടി നമ്മളിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമ്മൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു കുപ്പിയുടെ പകുതി നെയ്യ് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നെയ്യ് നമ്മൾ രണ്ടാമത് പിന്നീടാണ് ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്താൽ മതിയാവും. വെളിച്ചെണ്ണയും നെയ്യും മിക്സ് ചെയ്താണ് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നെയ്യും വെളിച്ചെണ്ണയൊക്കെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഇഞ്ചി ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മൂക്കണ വരെയും ഇളക്കി കൊടുക്കാം. ഇത് നല്ലോണം മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ചതച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ചതച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എരിവിന് വേണ്ടി 3 പച്ചമുളക് മതിയാവും. നമ്മൾ കുരുമുളക് പൊടിയാണ് ഇതിൽ കൂടുതൽ ചേർക്കുന്നത്. ഇനി ഇതൊന്ന് വാടണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ലിവറിൻ്റെ വിസിലൊക്കെ പോയി വെന്ത് പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനു മുമ്പ് നമുക്ക് 1 സ്പൂൺ നിറച്ചും മല്ലിപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേറെ മസാലപ്പൊടി മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. മല്ലിപ്പൊടി മാത്രമേ ചേർക്കണുള്ളൂ. ഇതൊന്ന് ചൂടാവണ വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി പച്ചമണമൊക്കെ പോയി ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ലിവർ ചേർത്ത് കൊടുക്കാം. ലിവർ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വെള്ളം ഒന്ന് വറ്റണ വരെയും നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും ലിവറിൻ്റെ ബാക്കി വേവും കൂടി ആയി കിട്ടും. അപ്പോൾ നമ്മളുടെ ലിവർ നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. കാരണം നമ്മളുടെ ലിവർ 3/4 ഭാഗം വെന്തേക്കണയാണ്. ഇപ്പോൾ നമ്മുടെ ലിവറിൻ്റെ വെള്ളമൊക്കെ അങ്ങോട്ട് വറ്റി ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരത്തെ എടുത്ത നെയ്യുടെ ബാക്കിയും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നല്ലോണം വെള്ളം വറ്റിച്ച് റോസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുറന്ന് വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി വെള്ളമൊക്കെ നല്ലോണം വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമ്മളുടെ ലിവർ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത്തിരി നേരം കൂടി നമുക്കൊന്ന് തുറന്ന് വെച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ലിവറിൻ്റെ വെള്ളമെല്ലാം നല്ലോണം വറ്റി നെയ്യ് മാത്രമായി കിട്ടും. ഇപ്പോൾ നമ്മളുടെ ലിവറിൻ്റെ വെള്ളമൊക്കെ നല്ലോണം തന്നെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളിനി ലിവർ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ലിവർ ശരിക്കും പാകമായി വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാകത്തിലാണ് ഇത് വാങ്ങിയെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.